ഓം നമഃശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 6-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം. ഗ്രഹസ്ഥിതി പ്രകാരം വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴം ഇടവൻ രാശിയിൽ ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു. ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. കേതു കന്നി രാശിയിൽ നിൽക്കുന്നു. സൂര്യൻ ശനി എന്നീ 2 ഗ്രഹങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ശുക്രൻ ബുധൻ രാഹു എന്നീ 3 ഗ്രഹങ്ങൾ മീനൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം ധനനേട്ടം പുത്രഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവർക്ക് വളരെ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. 2-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 2-ൽ ചന്ദ്രൻ നിൽക്കുന്നതും നല്ലതാണ്. അപ്പോൾ 2-ലെ വ്യാഴവും 2-ലെ ചന്ദ്രനും ഈ ജാതകർക്ക് നേട്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷാചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും മാതാവ് മുഖേനയുള്ള ധനവരവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണെന്ന് പറയുന്നു. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സൗഭാഗ്യമായ അനുഭവങ്ങൾ ഈ ജാതകർക്ക് പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ 12-ലെ രാഹു ഇവരെ സ്വാധീനിച്ചാൽ ഈ പറയുന്ന നേട്ടങ്ങളൊന്നും ഈ ജാതകർക്ക് വന്നു ചേരണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ചിലർക്കൊക്കെ ഈ നക്ഷത്രഫലം കേട്ടിട്ട് അവരൊക്കെ വിചാരിക്കും ഇതൊക്കെ കള്ളമാണ് പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും വന്നു ചേരുന്നില്ല, അല്ല ഈ ഒരു അനുഭവമേ ഇല്ല, ഞങ്ങൾ കടത്തെ കടം കയറി ബുദ്ധിമുട്ടിയൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, രാഹുവാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. 12-ാം ഭാവത്തിൽ രാഹു നിങ്ങളെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട എല്ലാ കാര്യങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുന്നു, തടസ്സപ്പെടുത്തി കളയുന്നു. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ധനച്ചെലവുണ്ടാക്കുന്നു, രോഗം, ധനനഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ജാതകരെ എത്തിക്കുന്നത് രാഹുവാണ്. അപ്പോൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്ത് മുമ്പോട്ട് പോകുക. ഓക്കെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കണം. വലിയൊരു പ്രോത്സാഹനമാണ് എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇനി ഇടവക്കൂറുകാരുടെ നക്ഷത്രഫലം പറയാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാജയോഗതുല്യമായ അനുഭവങ്ങളാണ് ഈ ജാതകർക്ക് വന്നു ചേരുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. ബലമുള്ള ചന്ദ്രനാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീ സുഖം, ദാമ്പത്യ ജീവിത വിജയം, ധീരത, സൗന്ദര്യം, ധനപരമായിട്ടുള്ള നേട്ടം, ആരോഗ്യം, മറ്റുള്ളവരുടെ മുമ്പാകെ കീർത്തി, പ്രശസ്തി, അംഗീകാരം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ജാതകർക്ക് വന്നിരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഭൂമി കൊണ്ടുള്ള ധനവരവ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. ഭൂമി വിറ്റ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ്. ജ്യോതിഷം പറയുന്നത് ചന്ദ്രൻ ജന്മഭാവത്തിൽ നിന്നാൽ ചന്ദ്രൻ്റെ ഇരുപുറങ്ങളിലുമായിട്ട് പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഗ്രഹം നിന്നാൽ അതും ധനപരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വ 2-ലാണ്, വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ 2-ലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഭൂമി കൊണ്ടുള്ള ധനവരവ് ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ പോലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെ വിജയം കൈവരിക്കാവുന്ന ഒരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. തൊഴിൽ കൊണ്ടും അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. പിന്നെ ദശാകാലത്തിൻ്റെ ദോഷമുള്ളവർക്ക് ഒരുപക്ഷെങ്കിൽ ഈ പറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല, അങ്ങനെ ഉണ്ടാകും. ദശാകാലം വളരെ മോശമാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഈ പറയുന്ന അനുഭവങ്ങളൊന്നും അവർക്ക് വന്നു ചേരണമെന്നില്ല. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് പോകുന്നവരുമുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് 2 രീതിയിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഒന്നുകിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 12-ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ മനസ്സിന് സുഖം ഉണ്ടാകണമെന്നില്ല, ശരീരത്തിന് സുഖം ഉണ്ടാകണമെന്നില്ല, ഏതെങ്കിലും രോഗലക്ഷണങ്ങളൊക്കെ അവരിൽ ആരംഭിക്കും. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമായി തീരും. കൈക്ക് വേദന, കാലിന് വേദന, നടുവിന് വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. തലവേദനയൊക്കെ ഉണ്ടാകാം, പനി ഉണ്ടാകാം, അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ടാകാം. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയും, കേൾക്കുമ്പോൾ നല്ല കാര്യമാണെന്ന് വിചാരിക്കും. ജാതകർ അതിനുവേണ്ടി ധനം ചെലവഴിക്കും, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർക്കിപ്പോൾ ആശ്വാസമായിട്ട് ഉള്ളത് ദാമ്പത്യ ജീവിതത്തിലെ ഒരു ആശ്വാസവും തൊഴിൽപരമായിട്ടുള്ള മേഖലയിലെ ഒരു അനുകൂലമായ അനുഭവമാണ് വന്നു ചേരുന്നത്. സ്ത്രീകൾ മുഖേന തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഒരു സഹായം വന്നു ചേർന്നാൽ അത് ഇവർക്ക് നേട്ടം തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അങ്ങനൊരു നേട്ടമുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും നാളെ മെച്ചമല്ല, ധനസ്ഥിതിയൊന്നും മെച്ചമാകണമെന്നില്ല. അപ്പോൾ പല കാര്യങ്ങളിൽ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരാം. എങ്കിലും ആശ്വാസം, സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്നത് മക്കളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റും. ബന്ധുക്കളെ കൊണ്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റും. പിന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സന്തോഷമൊക്കെ അനുഭവിക്കാൻ പറ്റും.
അപ്പോൾ ഇവരെ രോഗം അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നല്ല കാര്യങ്ങളെന്ന് കേട്ടിട്ട് അതിൻ്റെ പുറകെ പോയി ധനം അങ്ങനെ ചെലവഴിച്ച് കളയാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. രോഗമോ ശത്രുതയോ കടബാധകളോ ഇവരെ അലട്ടുന്നൊരു ദിവസമല്ല. ഇവരുടെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭാര്യയും ഭർത്താവും ഒത്തുചേർന്ന് പോകത്തില്ല. അവർ തമ്മിൽ കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. ഭാര്യയുടെ ഇഷ്ടത്തിന് ഭർത്താവിനെ ഒന്നും കിട്ടുന്ന ഒരു ദിവസമല്ല. അതുപോലെ തന്നെ ഈ നാളുകാരായിട്ടുള്ള ജാതകർ, പുരുഷജാതകർ അവരുടെ ബന്ധുക്കളുമായിട്ട് സഹകരിച്ച് പോകാൻ താല്പര്യം കാണിക്കാത്തൊരു ദിവസമായിരിക്കും. പിന്നെ രോഗം, ശത്രുത, കടബാധകളാലുള്ള വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ലാഭകരമായ അനുഭവങ്ങൾ വലിയ രീതിയിലൊന്നും വന്നു ചേർന്നില്ലെങ്കിലും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സ്ഥിര ജോലിയുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. അല്ലാത്തവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർ അനുഭവിക്കുന്നുമുണ്ട്. ജോലിയൊക്കെ ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഇല്ല. ഇങ്ങനെ ഒരു ഉയർച്ച താഴ്ചകളിൽ കൂടിയൊക്കെയാണ് കർക്കിടകക്കൂറുകാർ പോവുക. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം കർക്കിടകക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സുഖം, സ്വസ്ഥത, ഏകദിനം അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ അവരുടെ മക്കളുടെ ജീവിതത്തിൽ, മക്കളുടെ ദാമ്പത്യ ജീവിതം കൊണ്ട് അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഈ ജാതകർക്ക് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് ചേർന്ന് പോകാത്തൊരു ദിവസമായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്തരം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം അവരുടെ 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴത്തോടൊപ്പം ചന്ദ്രനുമുണ്ട്. അപ്പോൾ രാജയോഗതുല്യമായ അനുഭവങ്ങൾ തൊഴിൽ മേഖലയിൽ കൂടി ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ചിലർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും തൊഴിൽ മേഖലയിൽ നിന്നുണ്ടാകുക. മക്കളെ കൊണ്ടുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ ഈ ജാതകർക്ക് അനുഭവപ്പെടുന്നു. മക്കളാലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാതെ നല്ല സന്തോഷത്തോടു കൂടി കഴിയുന്നവരുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പോലും അവർക്കൊരു പനിയോ തലവേദനയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാകാതെ അവർ സന്തോഷമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മക്കളെ കൊണ്ട് അവർക്ക് നേട്ടമാണുള്ളത്. അപ്പോൾ ചില സമയങ്ങളിൽ ഈ പിള്ളേർക്കൊക്കെ രോഗവും അല്ലെങ്കിൽ ബാലാരിഷ്ടയൊക്കെ കൊണ്ട് അവരെയും കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങി നടന്ന് ഇവരുടെ ജീവിതം വളരെ കഷ്ടതയിലും പ്രയാസത്തിലും ആകേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ മക്കളെ കൊണ്ടുള്ള ഗുണം, നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മക്കളെ കൊണ്ട് ഉണ്ടാകാത്ത സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നെ അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം സ്വാധീനിക്കുന്നവർക്കൊക്കെ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തിനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ശത്രുതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ജാതകരെ സംബന്ധിച്ച് 10ൽ വ്യാഴം നിന്നാൽ രാജയോഗമാണ്, തൊഴിൽപരമായിട്ടുള്ള രാജയോഗമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടമുണ്ട്. ഭൂമി, വസ്തു, വീട്, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒരുപക്ഷെങ്കിൽ കാര്യമായിട്ട് ഇല്ലെങ്കിലും തരക്കേടില്ലാതെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് ഈ വ്യാഴാഴ്ച ദിവസം ഈ ചിങ്ങക്കൂറുകാർക്കുള്ളത്. ചിങ്ങക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധി ഒഴികെ മറ്റുള്ള പല കാര്യങ്ങളും നേട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിന്നെ ഈ വ്യാഴാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള അനാവശ്യമായിട്ട് ധനച്ചെലവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിന് പെട്ടെന്ന് രോഗം വന്നു, അല്ലെങ്കിൽ ഈ ജാതകർക്ക് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ തോന്നുമോ, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ധനത്തിൻ്റെ അമിതമായിട്ടുള്ളൊരു ചിലവോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ധനച്ചിലവോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് തുണയായി വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. കാരണം ഈ ഗ്രഹങ്ങൾ പരിവർത്തനം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട്, വ്യാഴവും ശുക്രനും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതം സംബന്ധിച്ചുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. രാഹു തടസ്സപ്പെടുത്തി കളയാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിത വിജയം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ, ധനധാന്യ സമൃദ്ധിയൊക്കെ ഉള്ള ഒരു സമയമാണ്. വലിയ തരക്കേടില്ലാത്തൊരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ധനവും ഭാഗ്യമൊക്കെ ഒന്നിച്ചു ചേർന്ന് ഈ ജാതകർക്ക് രക്ഷപ്പെടാനുള്ള സമയമാണ്. അത് എത്ര പേരുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാകുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ. കാരണം ജനിച്ച സമയത്തെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. അപ്പോൾ എന്തായാലും ചാരവശാലുള്ള ഗ്രഹസ്ഥിതി പ്രകാരം ധനവും ഭാഗ്യവും ഒത്തൊരുമിച്ച് നിൽക്കുന്നൊരു സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കലഹം, പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഒരുപക്ഷെ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭാര്യയും ഭർത്താവും ചേരാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം
കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. വീട് വസ്തുവാഹനം സംബന്ധിച്ചുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധകളിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ അവരെ അലട്ടാതെ നിലനിന്ന് പോകാൻ പറ്റുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ഈ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർക്ക് മാത്രമായിരിക്കും നേട്ടം ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. കാരണം 7ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 7ൽ ബുധനുണ്ട്, 7ൽ ശുക്രനുണ്ട്, 7ൽ രാഹു ഉണ്ട്. അപ്പോൾ രാഹു 7ൽ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ രാഹു ദോഷം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇവർക്ക് കരകയറാൻ പറ്റത്തില്ല. ഇവർ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നത് പോലെയുള്ളൊരു ജീവിത സാഹചര്യമാണ് ഇവർക്കുള്ളത്. രാഹുവിൻ്റെ ദോഷമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു സന്തോഷത്തോടു കൂടി ഉള്ള ജീവിതം നയിക്കാൻ പറ്റുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ അനുഭവമായിരിക്കും വ്യാഴാഴ്ച ദിവസം കന്നിക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം സുഹൃത്തുക്കൾ മുഖേന, സഹോദരങ്ങൾ മുഖേന തൊഴിൽ മേഖലയിൽ നേട്ടം അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും മറ്റു കാര്യങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നു. ധനത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ചിലവുകളുണ്ടാകും. അനാവശ്യമായിട്ടുള്ള ധനച്ചെലവൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ അനുഭവം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളാണ് തൊഴിൽ മേഖലയിലുള്ള നേട്ടത്തിന് കാരണമായി തീരുന്നു. ഈ തുലാക്കൂറുകാരോടൊരു കാര്യം പറയാനുള്ളത്, തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി നാളുകാർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുന്ന സമയമാണിപ്പോൾ. അവർക്ക് ശനിയുടേതായ ദോഷമൊക്കെ മാറി ഒരു നല്ല സമയം തെളിഞ്ഞു. എന്നാൽ വിശാഖം 3/4 നാളുകാർ ഇപ്പോഴും ബന്ധനത്തിലാണ്. വിശാഖം 3/4 നാളുകാർക്ക് 2.5 വർഷം ശനി ഇവർക്ക് ദോഷം ചെയ്തു. അതായത് 5ാം ഭാവത്തിൽ ശനി നിന്ന സമയമാണല്ലോ ഇവർക്ക്. തുലാക്കൂറുകാർക്ക് 5ലായിരുന്നു ശനി. 5ലെ ശനി ഇവർക്ക് ബുദ്ധിയെ ബാധിച്ചിട്ടുണ്ട്. 5ലെ ശനി ഇവരുടെ ബുദ്ധിക്ക് ദോഷം ചെയ്തു. അങ്ങനെ ബുദ്ധിയെ ദോഷം ചെയ്തപ്പോൾ ഇവർ പലരും മാനസിക രോഗികളെ പോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ 5ലെ ശനി ഈ ജാതകരുടെ ബുദ്ധിക്ക് ദോഷം ചെയ്ത് അവർ പലരും മാനസിക രോഗികളെ പോലെയാണ് പെരുമാറുന്നത്. സംസാരത്തിലും മുഖഭാവത്തിലും ഒക്കെ ഒരു മാനസിക രോഗിയുടെ ലുക്ക് അവർക്ക് ചിലപ്പോൾ ഉണ്ടാകും. വല്ലാതെ ദേഷ്യപ്പെടും. കുടുംബത്തിൽ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തും, കൊല്ലും എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അവർ ഭയപ്പെടുത്തി പണമൊക്കെ മേടിക്കും. അപ്പോൾ ഇങ്ങനെ വിശാഖം 3/4 നാളുകാർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഈ നാളുകാർക്ക് ഈ മാർച്ച് 29 കഴിഞ്ഞ് ഏപ്രിൽ കൊണ്ട് ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ജ്യോതിഷാചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് പിന്നീട് ഇവർക്ക് പൂജ ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ദോഷം മാറത്തുള്ളൂ. ശക്തമായ പൂജ ഇവർക്ക് വേണ്ടി ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള സമയത്ത് ബാധ ഇവരിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിഷ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ മാനസിക രോഗികളെ പോലെയാകും. ഇവരുടെ കൂടെ വേറെ ആരുണ്ട് ഉള്ളതുപോലെയൊക്കെ അവർ സംസാരിക്കും, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും, ചിരിക്കും, കരയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോൾ അത് ബാധ പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജ്യോതിഷാചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശനിയുടെ ഗ്രഹത്തിൻ്റെ ദോഷം മാറുമ്പോൾ ചിലപ്പോൾ ഈ ബാധ അങ്ങ് ഒഴിഞ്ഞു പോകും. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അതിനുള്ള പൂജയും പ്രാർത്ഥനവും മന്ത്രവും ജപവും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് വിശാഖം 3/4 നാളുകാർ ശ്രദ്ധിക്കുക. തുലാക്കൂറിലെ ചിത്തിര 2 പാദം നാളുകാർക്കും ചോതി നാളുകാർക്കും കുഴപ്പമൊന്നുമില്ല. വിശാഖം നാളുകാർക്കാണ്, വിശാഖം 3/4 പ്രശ്നമുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയമൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ഈ ജാതകർക്ക് ഇവർ തന്നെ ദോഷം ചെയ്യുവാൻ സാധ്യതയുള്ള സമയമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരിൽ തന്നെ ഉണ്ടാകുവാനിടയോട് സൂക്ഷിക്കണം. കാര്യവിജയം സ്ത്രീകൾ മുഖേന പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ നഷ്ടസാധ്യത നിലവിലുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യവും അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്. ഭാഗ്യവും ധനവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇവർക്കിപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പലർക്കും ജീവിതത്തിൽ അങ്ങോട്ട് ഉയർന്നു പൊങ്ങാൻ കഴിയുന്നില്ല. ഇതാണൊരു വിഷയം. ചെറുപ്പക്കാർക്കൊക്കെ വിവാഹം നടക്കേണ്ട സമയമാണ്, അത് നടക്കുന്നില്ല. വിദേശത്ത് ജോലിക്ക് പോകേണ്ട സമയമാണ്, അതും നടക്കുന്നില്ല. അപ്പോൾ 5ലെ രാഹു ഇവരെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. രാഹുവിൻ്റെ ദോഷമില്ലാത്തവർക്കൊക്കെ വൃശ്ചികക്കൂറുകാർക്കൊക്കെ നല്ല നേട്ടം തന്നെയാണ്. പിന്നെ ഭൂമി കൊണ്ടുള്ള ധനവരവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടമാണ് ഇപ്പോൾ ഇവർക്ക് നിലവിലുള്ളത്. മറ്റ് പല കാര്യങ്ങളിലും
തിക്താനുഭവം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി, ദാമ്പത്യ ജീവിതം കൊണ്ടുള്ള പ്രതിസന്ധി, മക്കളെ കൊണ്ടുള്ള പ്രതിസന്ധി ഒക്കെ ധനുക്കൂറുകാർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ 7-ൽ ചൊവ്വ നിൽക്കുന്നു, നല്ലതല്ല, അതൊരു വിഷയം തന്നെയാണ്. 6-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, ചന്ദ്രൻ നിൽക്കുന്നത്, അത് നല്ലതല്ല. 10-ൽ കേതു നിൽക്കുന്നു. ഈ ജാതകർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ളൊരു നേട്ടത്തെ കൊടുക്കുന്നുണ്ടെങ്കിലും 4-ലെ രാഹു അതിനെ തടസ്സപ്പെടുത്തി കളയുന്നു. പിന്നെ 4-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു. അതുകൊണ്ടൊന്നും ഒരു നേട്ടമൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും വന്നു ചേരുന്നില്ല. ഒരു വല്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് ധനുക്കൂറുകാർ കടന്നു പോവുക. അപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി എന്തെങ്കിലും നേടിയാൽ മാത്രമേ നേട്ടം ഉണ്ടാവുകയുള്ളൂ. കാരണം മാർച്ച് 29 കഴിഞ്ഞാൽ പിന്നെ ശനി 4-ലേക്ക് പോവുകയാണ്. ശനി 4-ലേക്ക് വന്നു കഴിഞ്ഞാൽ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ കണ്ടകശനിയായിട്ട് ഇവരുടെ ജീവിതം കൊണ്ടേ പോകും. ഇവരുടെ ജീവിതം കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ജീവിതവുമായിട്ട് ശനി സ്ഥലം വിടും. അപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം തകരും, കുടുംബം തകരും, വസ്തുവകൾ, വീട് എല്ലാം നഷ്ടപ്പെട്ടു പോകും. പ്രതിസന്ധിയോടുകൂടി പ്രതിസന്ധി തന്നെ വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് നേടുക. ഈശ്വരനാൽ ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കുക. പ്രാർത്ഥിക്കുക, കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ കഴിയുകയുള്ളൂ. ശനി 4-ലേക്ക് വരുമ്പോൾ ശനി ദോഷം ചെയ്യരുത്. അപ്പോൾ ഇവർക്ക് 2025 മെയ് മാസം 14-ാം തീയതി മുതൽ വ്യാഴം കേന്ദ്രഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ വ്യാഴം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം ഇവരുടെ ജന്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരത്തില്ല. പക്ഷേ എല്ലാവർക്കും ഇതൊന്നും പ്രായോഗികമല്ല. ജനിച്ച സമയത്തൊക്കെ ഗ്രഹങ്ങൾ എപ്രകാരം നിൽക്കുന്നു അതനുസരിച്ചായിരിക്കുമൊക്കെ അനുഭവം വന്നു ചേരുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രാർത്ഥിക്കുക, ദൈവാധീനം തുണയ്ക്കട്ടെ. ദൈവാധീനത്താൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ. സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ഇവരെ സഹായിക്കുന്നൊരു സമയമാണ്. അതാണ് ഇവരുടെ നേട്ടം. അപ്പോൾ മറ്റു പല കാര്യങ്ങളും പ്രതികൂലമാണെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് നേട്ടം. ദാമ്പത്യ ജീവിതവും കാര്യവിജയവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. ഭാര്യയും ഭർത്താവും മുഖേന അവരൊരു മനസ്സോടുകൂടി പ്രവർത്തിച്ച് കാര്യവിജയം ഉണ്ടായി പല കാര്യങ്ങളും നേട്ടം അനുഭവിക്കുന്നൊരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം. അതവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നൊരു കാര്യമാണ്. നല്ല ആരോഗ്യസ്ഥിതിയുള്ളൊരു ദിവസമായിരിക്കും. ചിലപ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്, ധനപരമായ സ്ഥിതിയും ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. 2-ൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ചിലർക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും ബാധിക്കാതെ കടന്നു പോകുന്നവരുമുണ്ട്. ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. ത്രികോണഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്, ആവശ്യത്തിനുള്ള ധനമൊക്കെ കിട്ടുന്നുണ്ട്, ആരോഗ്യം മെച്ചമായിരിക്കും, ദാമ്പത്യ ജീവിതം മെച്ചമായിരിക്കും, തൊഴിൽ മേഖല മെച്ചമായിരിക്കും. അങ്ങനെ നേട്ടങ്ങൾ തന്നെയുണ്ട്. പക്ഷെങ്കിൽ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചൊരു വിഷയം, അവരുടെ 3-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് കൊണ്ട്, ബുധൻ തൊഴിലിൻ്റെ കാരകഗ്രഹമാണല്ലോ. അപ്പോൾ 3-ലെ ബുധൻ ഈ ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള ദുഷ്ടചിന്താഗതികളെയൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജാതകർ തൊഴിൽ മേഖലയിൽ ക്രമക്കേടുകളൊക്കെ കാണിച്ച് പിടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അത് ഞാനിതിപ്പോൾ എല്ലാ ദിവസവും പറയും. അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചാൽ ബുധൻ മീനൻ രാശിയിൽ 3-ാം ഭാവത്തിൽ എന്ന് വരെ നിൽക്കുന്നു അന്നുവരെയും ഞാനിത് പറയും. കാരണം ഇന്ന് ആദ്യമായിട്ടൊരു വീഡിയോ കേൾക്കുന്നവരാണെങ്കിലും അവർക്ക് കാര്യം അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്നും ഇത് പറയുന്ന കാര്യമാണ്. 3-ലെ ബുധൻ ഈ ജാതകർക്ക് ദോഷത്തെ ചെയ്യും. അതായത് ബുധൻ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ്, അതോടൊപ്പം തന്നെ 6-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം, ശത്രുത, കടം. അപ്പോൾ ഈ ജാതകരുമായിട്ട് ശത്രുതയുള്ള ഒരു വ്യക്തി തൊഴിൽ മേഖലയിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ദുഷ്ടചിന്താഗതി ഇവരിൽ വന്നു ചേരുകയും ഈ ശത്രുവായിട്ടുള്ള സഹപ്രവർത്തകൻ ഇവർക്കിട്ട് പാര വയ്ക്കുകയും അങ്ങനെ ഇവർ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കാനും സാധ്യത വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ 3-ലെ ബുധൻ ഈ ജാതകർക്ക് എന്തെങ്കിലും ഒരു കൃത്രിമം കാണിക്കാൻ വേണ്ടി ഒരു താല്പര്യം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ക്രമക്കേട് കാണിക്കാൻ താല്പര്യം കൊടുക്കും. ഈ ബുധൻ തന്നെ ശത്രുത വരുത്തി വെക്കുന്ന ഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ രോഗവും കടബാധ്യതകളും ഒക്കെ വരുത്തി വെക്കുന്നൊരു ഗ്രഹമാണ്. എന്നാൽ ഭാഗ്യഭാവത്തിൻ്റെ അധിപനുമാണ്. പക്ഷെങ്കിൽ ഈ ഗ്രഹം ഇവരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിട്ടാണ് സ്വാധീനിക്കുന്നതെങ്കിൽ ഭാഗ്യക്കേടുകൾ ഉണ്ടാകത്തില്ല, ഭാഗ്യാനുഭവങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് ശത്രുതയാണ് അവർക്കുള്ളതെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലയിൽ ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ സഹപ്രവർത്തകരൊക്കെ ശത്രുക്കളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ബുധൻ ശത്രുതയെ തരുന്ന ഗ്രഹമാണ്. അപ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ ഇവരെന്തെങ്കിലും പാരിതോഷികമോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചു പോയാൽ കൂടെ നിൽക്കുന്നവർ കണ്ടു പറയും, പിടിക്കപ്പെടും, അങ്ങനെ ജോലിയൊക്കെ പോകും.
അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് കേട്ടോ. അത് സത്യമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ഇത് ബാധകമായിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും കേൾക്കാത്തവരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. ഒരുപാട് പേർ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അത് ദാമ്പത്യ ജീവിതത്തിലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ മകരക്കുറുകാർ ഇതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഓരോ ഗ്രഹങ്ങൾ ഓരോ ഭാവത്തിൽ നിന്നാൽ ഇന്ന ദോഷങ്ങളൊക്കെ വരും. ആ സമയത്താണ് മനസ്സിലങ്ങനെ തോന്നുക, ഇന്ന കാര്യം ചെയ്യണമെന്നങ്ങ് തോന്നുക. നമ്മൾ ചെയ്യും, പിടിക്കപ്പെടും, പ്രശ്നമാകും. അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അങ്ങനെ വരരുത്. വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. ഇത് കേൾക്കുന്നവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് തിരുവോണം നാളുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സുഹൃത്തുക്കളൊന്നും അവർക്കില്ല. അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്തുക്കളൊന്നും തിരുവോണം നാളുകാർക്കൊന്നും ഇല്ല. അപ്പോൾ പ്രത്യേകിച്ച് തിരുവോണം നാളുകാരൊക്കെ ആണെങ്കിൽ എപ്പം പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുക. അവിടുത്തെ നാളുകാർക്കും ശത്രുത കൂടുതലുള്ള നാളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണിപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂർപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായി ചിന്തിച്ചാൽ അത്ര അനുകൂലമായ ദിവസമല്ല. ചിലർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്, എങ്കിലും വലിയ തിരക്കേടില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ്, കഴിഞ്ഞു പോകാൻ പറ്റുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഭാഗ്യം കൊണ്ടുള്ള ധനപരമൊക്കെ പ്രതീക്ഷിക്കാം. സ്ത്രീകൾ മുഖേന, ബന്ധുക്കൾ മുഖേന ധനപരമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ കുറേയേറെ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടമാണ് ഏറ്റവും പ്രത്യേകിച്ച് നിൽക്കുന്നത്, അതായത് ധനപരമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിന്നെ രോഗത്താലോ ശത്രുതയാലോ കടബാധകളാലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്ന ദിവസമല്ല. അവിടെയൊക്കെ ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. കടമുള്ളവർക്കാണെങ്കിൽ നീക്കുപോക്കൊക്കെ വന്നിരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽ മേഖല കൊണ്ട് വലിയ മെച്ചപ്പെട്ട അനുഭവമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എങ്കിൽ പോലും കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാണ്. കുടുംബത്തിൻ്റെ ധനവരവ് മെച്ചമാണ്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതി മെച്ചമാണ്. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേയേറെ നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ദോഷമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഈ ജാതകർക്ക് തൊഴിൽ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെയാണ് ഒരു ദോഷം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മറ്റുള്ള പല കാര്യങ്ങളിലും അവർക്ക് നേട്ടം തന്നെയാണ് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന വലിയൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ സഹോദരങ്ങളായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള നേട്ടം പ്രതീക്ഷിക്കാം. അനുജനോ ജ്യേഷ്ഠനോ ഒക്കെ ആയിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളായിട്ടുള്ള, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും സുഹൃത്തുക്കൾ എന്നുള്ളൊരു ബന്ധത്തിൽ കഴിയുന്നവർ മുഖേനയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസവും കൂടിയാണ് വ്യാഴാഴ്ച ദിവസം. എന്നാൽ സ്ത്രീകൾ, ഇവരുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ അല്ലാത്ത സ്ത്രീകൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രശ്നം ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അന്യ സ്ത്രീകളൊക്കെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതത്തിലേക്ക് തള്ളിക്കയറി ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്നാൽ സുഹൃത്തുക്കളായിട്ടുള്ളവരോ സഹോദരങ്ങളായിട്ടുള്ളവരോ പുരുഷനോ സ്ത്രീയോ ആകട്ടെ അവരുടെ ഭാഗത്തു നിന്നുള്ള നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും നേട്ടം അനുഭവിക്കുന്ന സമയമല്ല. കുടുംബസുഖമൊന്നും, കുടുംബത്തിൻ്റെ ധനസ്ഥിതിയൊന്നും മെച്ചമാകണമെന്നില്ല. അപ്പോൾ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. പുത്രഗുണം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നില്ല. കാരണം തൊഴിൽ മേഖലയിൽ കൂടി കിട്ടുന്ന ധനമൊന്നും ഇവർക്ക് തികഞ്ഞു പറ്റാത്തൊരു സാഹചര്യമാണ്. കടങ്ങൊക്കെ മേടിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരുപാട് ധനച്ചെലവുകളൊക്കെ ഇവർക്ക് നിലനിൽക്കുന്ന സമയമാണിപ്പോൾ. 12-ലെ സൂര്യൻ, ബുദ്ധിപരമായ പരാജയം, തൊഴിൽ നഷ്ടം, പിതാവിനോട് ശത്രുത, അങ്ങനെ പ്രതികൂലമായ ഒട്ടേറെ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. പക്ഷേങ്കിൽ ഇവർക്ക് ജീവിക്കാനുള്ളൊരു പ്രേരണ നൽകുന്നത് അല്ലെങ്കിൽ അനുകൂലമായ അനുഭവമായി വന്നു ചേരുന്ന സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ളൊരു നേട്ടമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ ജീവിത വിജയമോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമോ ഒന്നും ഇവർക്ക് സഹായമായി നിൽക്കുന്ന സമയമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് നക്ഷത്രഫലമായിട്ട് വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരിലും വന്നു ചേരട്ടെ. മഹാദേവനാൽ എല്ലാവരും രക്ഷപ്പെടട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർമൈൻഡ് ഓഫ് നോളജ്.